വ്യക്തിപരമായി ആൾക്കാർ നടത്തിയ സംഭാവനയിൽ ഏതാണ്ട് 32 കോടി വേറെ ലഭിച്ചതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് ശേഷം കേരളത്തിൽ അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലും നേതാക്കന്മാരുടെ വീടുകളിലും ഇഡി വ്യാപകമായി റെയ്ഡുകൾ നടത്തുകയും രേഖകളും സാമ്പത്തിക വിനിമയങ്ങളും സംബന്ധിച്ച രേഖകളും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഗൾഫ് നാടുകളിൽ അടക്കം പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകരുള്ള സ്ഥലങ്ങളിൽ നിന്നും വലിയ തോതിൽ തുക ശേഖരിച്ച് കേരളത്തിലേക്കും രാജ്യത്ത് എല്ലായിടത്തേക്കുമായി എത്തിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണം നടത്തുന്നതിന് യൂണിറ്റുകളും പ്രവർത്തിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ ശേഖരിക്കുന്ന പണം ഇന്ത്യയിലുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ കുടുംബ അംഗങ്ങളുടെയും മറ്റും പേരിൽ അയക്കുകയും അവർ പിന്നീട് പോപ്പുലർ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്ക് തുക മാറ്റുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയിരുന്നത്.